നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 13 ശനിയാഴ്ചയാണ്. ചിങ്ങം 28. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കർണാടക ഹാസനിൽ ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയിലേക്ക് ട്രക്ക് പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ 8 പേർ മരിച്ചു, 20 പേർക്ക് പരിക്കേറ്റു. ട്രക്ക് ഡ്രൈവറെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസാണ് ഇപ്പോൾ ചേരുന്നത്. മുഹമ്മദ് റഹീസ്, ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ രാത്രി 8:30 ഈ ദാരുണ അപകടം ഉണ്ടാകുന്നത്. ഹാസൻ ജില്ലയിലെ മൊസലെ ഹൊസനഹള്ളി എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ ഗണേശ വിഗ്രഹ ഘോഷയാത്ര, അതിൻ്റെ ഈ നിമഞ്ജന ഘോഷയാത്രയുടെ അവസാന ദിവസമായിരുന്നു ഇന്നലെ. അങ്ങനെ അത്തരത്തിൽ റോഡിന് ഒരു വശത്തായി ഈ ഘോഷയാത്രയ്ക്ക് കടന്നു പോകാനുള്ള വഴിയും മറുവശത്ത് വാഹനങ്ങൾ കടന്നു പോകാനുള്ള വഴിയുമാണ് ഒരുക്കിയിരുന്നത്. അങ്ങനെ 2 ലൈനിലായിട്ടാണ് ഈ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഘോഷയാത്രയ്ക്കിടയിലേക്ക് ഒരു ട്രക്ക് പാഞ്ഞു കയറുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന 28 പേർക്ക് സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 20 പേരുടെ പരിക്ക് ഗുരുതരമാണ്. മാത്രമല്ല 8 പേർ മരിക്കുകയും ചെയ്തു. ഈ മരിച്ചവരുടെ പേര് വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ പ്രദേശത്തുള്ള ചെറുപ്പക്കാരാണ് മരിച്ചവരിലധികം എന്നാണ് പറയുന്നത്. ഇതൊരു ഘോഷയാത്രയുടെ ഭാഗമായി കൊട്ടും പാട്ടുമൊക്കെ ആയിട്ട് ആഘോഷമായിട്ടാണ് ഈ നിമഞ്ജന ഘോഷയാത്ര പല സ്ഥലങ്ങളിലും നടക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ഘോഷയാത്രയ്ക്കിടയിലേക്ക് ആണ് ഈ ട്രക്ക് പാഞ്ഞു കയറുന്നത്. എന്തായാലും ഡ്രൈവർ ഭുവനേഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു ബൈക്ക് എതിർദിശയിൽ പാഞ്ഞു വന്നു. ആദ്യം ആ വാഹനം ഇടിച്ചു. അങ്ങനെ നിയന്ത്രണം വിട്ട് ഇയാൾ കൂടുതൽ അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ട്രക്ക് വളച്ചതാണ്. അങ്ങനെ ഈ ഒരു ഘോഷയാത്രയ്ക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു എന്നാണ് ഇയാൾ നിലവിൽ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇയാൾ മദ്യപിച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. സംഭവത്തിൽ കർശനമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് JDS രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ ഈ മുഖ്യമന്ത്രി സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. 8 പേരാണ് മരിച്ചിരിക്കുന്നത്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂരിലെത്തും. ചുരാചന്ദ്പൂരിലും ഇംഫാലിലുമായി വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 8500 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. സ്റ്റേറ്റ് പീസ് ഗ്രൗണ്ടിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. വിനീത VG ഇപ്പോൾ ഇംഫാലിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. അങ്ങനെ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്താൻ പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുകയാണ്. നമ്മൾ മണിപ്പൂരിലെ ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ വലിയ പ്രതീക്ഷയിലാണ്. കാരണം മണിപ്പൂർ വീണ്ടും സമാധാനത്തിലേക്ക് കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ തന്നെയാണുള്ളത്. പൂർണ്ണമായും എല്ലാ മേഖലയിലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ നടക്കുന്നു. അതിനിടയിൽ പ്രധാനമന്ത്രി കൂടി എത്തുന്നത് വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് മണിപ്പൂരിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുന്നത്. വംശീയ കലാപങ്ങൾക്ക് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം തന്നെയാണ് ഇന്ന് മണിപ്പൂരിൽ നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇംഫാലിലാണ്. ഇംഫാലിൽ ഉൾപ്പെടെ ഇംഫാലിലെ കാംഗ്ലയിലും ഒപ്പം തന്നെ ചുരാചന്ദ്പൂരിലെ പീസ് ഗ്രൗണ്ടിലുമാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 2 ഇടങ്ങളിലെ പരിപാടികളിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക. ഈ 2 ഇടങ്ങളും ഇപ്പോൾ ഈ ഇംഫാൽ എന്ന് പറയുന്നത് മെയ്തൈ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ചുരാചന്ദ്പൂർ എന്ന് പറയുന്നത് കുക്കി വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഈ കലാപമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ നിരവധി അക്രമ സംഭവങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഈ ചുരാചന്ദ്പൂരിലാണ്. അങ്ങനെ ഈ ചുരാചന്ദ്പൂരിലും ഇംഫാലിലുമാണ് പ്രധാനമന്ത്രി 2 പരിപാടികളിലായി പങ്കെടുക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ സേനയടക്കം ഇംഫാലിലെ കംഗ്ലയിലും ഒപ്പം തന്നെ ചുരാചന്ദ്പൂരിലും എത്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇന്നലെ ഉച്ചയോടുകൂടി വീണ്ടും സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. ഇന്നലെ ചീഫ് സെക്രട്ടറി പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി മണിപ്പൂരിന്റെ വികസനവും അതോടൊപ്പം തന്നെ സമാധാനത്തിലേക്ക് മണിപ്പൂർ എത്തുന്നതിനുള്ള നടപടികളും അത് വേഗത്തിൽ പുരോഗമിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നാണ് ഇന്നലെ ചീഫ് സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ഇന്നലെ എക്സ്പോസിലൂടെ അദ്ദേഹവും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മണിപ്പൂരിന്റെ വികസനത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഏതാണ്ട് 8500 കോടി രൂപയുടെ വികസന പദ്ധതികളാണ്
അദ്ദേഹം ചുരാചന്ദ്പൂരിലും ഒപ്പം തന്നെ ഇംഫാലിലുമായി പ്രഖ്യാപിക്കുക, ഉദ്ഘാടനം ചെയ്യുക. ഇതിൽ 1200 കോടി രൂപയുടെ പദ്ധതിയാണ് ഇംഫാലിനായി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം ചുരാചന്ദ്പൂരിൽ 7000-ലധികം കോടി രൂപയുടെ പദ്ധതികൾ, വികസന പദ്ധതികളാണ് ഉള്ളത്. അതിൽ സ്ത്രീകൾക്കായുള്ള പ്രത്യേക താമസ സൗകര്യം ഒരുക്കുന്ന ഹോസ്റ്റലുകളുണ്ട്, റോഡ് ഗതാഗതമുണ്ട്, വികസനമുണ്ട്. ഇങ്ങനെയുള്ള ഈ മണിപ്പൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾക്കാണ് അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ചുരാചന്ദ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കലാപങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത മേഖലയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഇംഫാലിലേക്കടക്കം നിയന്ത്രണമുണ്ട്. ഇവിടെ ഈ കടകളൊക്കെ തന്നെ തുറന്നു പ്രവർത്തിക്കുന്നതിനും ഒപ്പം വാഹന ഗതാഗതത്തിനും ഒക്കെ തന്നെ നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൂടിയായിരിക്കും അദ്ദേഹം ഇംഫാലിലേക്ക് എത്തിച്ചേരുന്നത്. ഇംഫാലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം നേരെ ഇവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്യുക. ഏതാണ്ട് 3-3.5 മണിക്കൂറാണ് അദ്ദേഹം ഇന്ന് മണിപ്പൂരിൽ ഉണ്ടാവുക. ഇതിനോടകം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇതിനെ വലിയ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അവർ നേരത്തെ തന്നെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ 3 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതല്ല മണിപ്പൂരിലെ പ്രശ്നങ്ങൾ എന്നാണ് ഇന്നലെ കോൺഗ്രസ് ഉൾപ്പെടെ ഒരു വിമർശനമായി മുന്നോട്ട് വെച്ചത്. ഏതാണെങ്കിലും വംശകലാപങ്ങൾക്ക് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത് മണിപ്പൂരിൽ നടക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മണിപ്പൂരിലെ ജനത ആ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. ഉന്മേഷ്. വിനീത വിജയാണ് ഇംഫാലിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. പ്രധാനമന്ത്രി ഇന്ന് മണിപ്പൂരിലെത്തും. നിർണായകമായ സന്ദർശനമാണ്. ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവിനെതിരെയിൽ പലരും രംഗത്തെത്തിയിട്ടുമുണ്ട്. കൊച്ചി ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 13 വയസ്സുകാരിയുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയായി. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുന്നതിനിടെ മസ്തിഷ്ക മരണം സംഭവിച്ച ബിൽജിത്ത് എന്ന 18 വയസ്സുകാരന്റെ ഹൃദയമാണ് കൊല്ലം സ്വദേശിയായ 13-കാരിക്ക് മാറ്റിവെച്ചത്. ഇന്ന് പുലർച്ചെ 1:20 ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ലിസി ആശുപത്രിയിലെത്തിയത്. രാത്രി 12:45 അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് പോലീസ് അകമ്പടിയോടെ ഹൃദയവുമായി ആരോഗ്യപ്രവർത്തകർ ലിസി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത്. വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൊച്ചി സിറ്റി പോലീസ് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 7 പേർക്ക് പുതുജീവൻ നൽകി വിട പറഞ്ഞ ബിൽജിത്ത് ഇടവകയിലെ അൾത്താര ബാലനായിരുന്നുവെന്ന് ബിൽജിത്തിന്റെ അമ്മാവൻ ബെന്നി 24നോട്. ബിൽജിത്തിനെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് ബന്ധു ബാബു പറഞ്ഞു. നിരവധി പേരിലൂടെ ബിൽജിത്ത് ജീവിക്കുമെന്നതിലാണ് തങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നതെന്നും ബന്ധുക്കൾ 24നോട് പറഞ്ഞു. ഞങ്ങൾ ദൈവവിശ്വാസികളാണ്. അവനാണെങ്കിൽ പള്ളിയിൽ ആൾത്താര ബോയ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന ഒരാളാണ്. അപ്പോൾ ഒരു 6 പേര് ഒരു ജീവൻ കിട്ടുമെങ്കിൽ അതൊരു പുണ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ആദ്യ ദിവസങ്ങളിൽ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അത് പിന്നീടാണ് ഇങ്ങനെ ഒരു കോമ സ്റ്റേജിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നല്ലതായിരിക്കും, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഇടവകയിലുള്ള പള്ളിയിലെ അച്ഛനും എല്ലാവരും കൂടി സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തിയതാണിത്. അപ്പോൾ അവർ ഇതുപോലെ തന്നെ എൻ്റെ മകൻ മറ്റുള്ളവരിലൂടെ ജീവിക്കുകയാണെങ്കിൽ അത് വലിയൊരു പുണ്യമായിരിക്കട്ടെ, എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ അവനോട് ജീവിക്കുന്നുണ്ടെന്നെങ്കിലും ഓർക്കാലോ എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെയായിരുന്നു. അവരാ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഞങ്ങൾക്ക് ഇനി ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഇനിയുള്ള കാര്യം സക്സസ് ആയിരിക്കില്ല. ഇപ്പോൾ 7 ഓർഗൻസ് പോയല്ലോ, അത് ഭംഗിയായിട്ട് നടക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. തൃശൂർ CPIഎമ്മിലെ ശബ്ദവിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ഇന്നലെ CPIഎം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയതാണ് ഡിവൈഎഫ്ഐ നേതാവിന് നോട്ടീസ് നൽകുമെന്നുള്ളത്. ഇന്ന് ആ നോട്ടീസ് നൽകും എന്നാണ് ഇപ്പോൾ വിഷ്ണു സുരേഷ് അറിയിക്കുന്നത്. ശബ്ദ സന്ദേശത്തിലെ ആരോപണങ്ങൾ വിശദീകരണം നൽകണം 3 ദിവസത്തിനകം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഡിവൈഎഫ്ഐ നേതാവ് ശരത് പ്രസാദ് നോട്ടീസ് നൽകുക എന്നാണ് ഇപ്പോൾ വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് മയപ്പെടുത്താതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയ വിവരം സ്പീക്കറെ അറിയിച്ചത് വി ഡി സതീശന്റെ നിർബന്ധം കാരണമെന്ന് റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുമോ എന്ന് തിങ്കളാഴ്ച സഭാ സമ്മേളനം ആരംഭിക്കുന്നവരെ രാഷ്ട്രീയാകാംക്ഷയായി തുടരും. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി UDF വിപ്പ് ബാധകമല്ല. ഇതോടെ നിയമസഭയിലെത്തുന്ന കാര്യത്തിലും സ്വന്തമായി തീരുമാനമെടുക്കാം. രാഹുൽ സഭയിലെത്തുമോ എന്നറിയാൻ തിങ്കളാഴ്ച വരെയും കാത്തിരിക്കണം. സ്പീക്കറെ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് സസ്പെൻഷൻ വിവരം അറിയിച്ചതോടെ പാർട്ടി നിലപാട് വ്യക്തം. എതിർപ്പുകളും തർക്കങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും സ്പീക്കറെ സസ്പെൻഷൻ നടപടി പ്രതിപക്ഷ നേതാവ് അറിയിച്ചത് പാർട്ടി നേതൃത്വത്തിന്റെ കൂടി അനുമതിയോടെയാണ്. അതോടെ രാഹുലിന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംരക്ഷണമില്ലെന്ന് ഉറപ്പായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയെയും ലക്ഷ്യം വെച്ച് സമൂഹമാധ്യമങ്ങളിൽ നടന്ന ക്യാമ്പയിൻ പാർട്ടിക്കുള്ളിൽ രാഹുലിന് തിരിച്ചടിയായി. ആദ്യം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് നിലപാടെടുത്തവർ പോലും പിന്നീട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന അഭിപ്രായക്കാരായിരുന്നു.
സൈബർ അധിക്ഷേപങ്ങൾക്ക് പിന്നാലെ വീണ്ടും ആ നിലപാട് കീഴ്മേൽ മറിഞ്ഞു. ഭൂരിഭാഗം പേരും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി. എന്നാൽ ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ചെറിയ വിഭാഗം നേതാക്കളും പാർട്ടിക്കുള്ളിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ സംരക്ഷണം ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇനി സ്പീക്കറുടേത് മാത്രമാകും. ലൈംഗികാരോപണ വിവാദം പുറത്തുവന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എടുത്ത നിലപാട് ഒടുവിൽ അംഗീകരിക്കപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു ടീമിനെ നയിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് പോകാനില്ല എന്ന നിലപാടാണ് ഒടുവിൽ അംഗീകരിക്കപ്പെട്ടത്. 24 തിരുവനന്തപുരം. വിവരങ്ങളുമായി റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്നത് ഒരു ചോദ്യമായി നിൽക്കുന്നു. ഒപ്പം തന്നെ വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായ കർശനമായ ചില നിലപാടുകളും ചർച്ചയാവുകയാണല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കാരണം. ഏകദേശം 20ഓളം ദിവസമായി രാഹുൽ തൻ്റെ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ വിവാദങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായി തന്നെ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം. രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം. അതോടുകൂടി കോൺഗ്രസിൽ നിന്നുള്ള വിപ്പ് നഷ്ടമായിരിക്കുന്നു രാഹുലിന്. ഒരു തരത്തിലുള്ള സംരക്ഷണവും കോൺഗ്രസിൽ നിന്നുണ്ടാകില്ല. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം MLA നിയമസഭയിലെത്തിയാൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോയാൽ ഒരു സംരക്ഷണവും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഇന്നലെ നേതാക്കൾ പരസ്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ ഉച്ചവരെയും ഇത്തരത്തിലൊരു തീരുമാനം എടുത്തില്ല. വി ഡി സതീശൻ്റെ ഒരു ഇടപെടലാണ്, അല്ലെങ്കിൽ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ ഒരു കത്ത് നൽകുന്നതിന് വേണ്ടി ഉള്ള ഒരു മാനദണ്ഡം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ലഭിക്കുന്ന വിവരം, വി ഡി സതീശൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയും കത്ത് കൈമാറുകയും ഔദ്യോഗികമായി സ്പീക്കറെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും സ്പീക്കറാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകേണ്ടത്. ഉന്മേഷ്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. CPIM-നെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണത്തിൽ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന് നേതൃത്വം നോട്ടീസ് നൽകും. ശബ്ദ സന്ദേശത്തിലെ ആരോപണങ്ങളിൽ വിശദീകരണം 3 ദിവസത്തിനകം നൽകണമെന്നാണ് നിർദ്ദേശം. വിഷ്ണു സുരേഷുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. വിഷ്ണു, ഇത് തൃശ്ശൂരിലെ CPIM-നൊരു തലവേദനയായിരിക്കുകയാണല്ലോ. ഈ ഡിവൈഎഫ്ഐ നേതാവ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ ആധികാരികത സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്നലെ വന്നതാണല്ലോ. ഇന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയുള്ള നോട്ടീസ് നൽകുകയാണല്ലോ അല്ലേ CPIM നേതൃത്വം? ഉന്മേഷ്, ആധികാരിക സംബന്ധിച്ച് ഡിവൈഎഫ്ഐ നേതാവിന് സംശയങ്ങൾ ഉണ്ടെങ്കിലും നേതൃത്വത്തിന് അത്തരത്തിലുള്ള സംശയങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ഇതിൽ പറയുന്ന പേരുകാരെല്ലാം തന്നെ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു. MK കണ്ണൻ അടക്കമുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു. അടിസ്ഥാനരഹിതമായ വാദങ്ങൾ എന്നാണ് അവരുടെ ഭാഗത്ത് വന്ന പ്രതികരണം. ഇതിന് പിന്നാലെയാണ് CPM ജില്ലാ സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി ശരത് പ്രസാദിനോട് വിശദീകരണം ചോദിക്കും എന്ന് ഇന്നലെ വ്യക്തമാക്കിയത്. ഇന്ന് തന്നെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് ശരത് പ്രസാദിന് നൽകും. 3 ദിവസത്തിനകം തന്നെ ഈ വിശദീകരണം നൽകണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് എഴുതി നൽകാനാണ് നിർദ്ദേശം. വർഷങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ്. അത് CPM-ലെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരം തർക്കങ്ങളിലെ മൂലമാണ് അത് പൊതുസമൂഹത്തിലേക്ക് ഇപ്പോൾ എത്തിയത് എന്നുള്ളതാണ് CPM-ന്റെ ഔദ്യോഗിക നേതൃത്വം തന്നെ വിലയിരുത്തുന്നത്. പക്ഷെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന വെളിപ്പെടുത്തലല്ല. അത് ഗുരുതരമായ അഴിമതി സ്വഭാവം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. അന്ന് ശരത് പ്രസാദ് പാർട്ടിയുടെ താഴെ ഘടകങ്ങളിൽ ഒരാളാണെങ്കിൽ ഇന്ന് അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ആ ഓഡിയോ ക്ലിപ്പിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിനെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണാം എന്നുള്ള തീരുമാനത്തിലേക്ക് CPM എത്തുകയും അടിയന്തരമായി തന്നെ ശരത് പ്രസാദിനോട് ഇപ്പോൾ ഈ വിശദീകരണം ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് നൽകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷം. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതിനായി പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. വനംവകുപ്പുമായി ബന്ധപ്പെട്ട 3 സുപ്രധാന ബില്ലുകൾ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. മനുഷ്യനെ ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. കേന്ദ്ര നിയമമുള്ളതിനാൽ ഇത് നിലനിൽക്കുമോ എന്ന സംശയമുണ്ട്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനം വനംവകുപ്പ് വഴി മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് മന്ത്രിസഭാ യോഗം പരിഗണിക്കും. വനം കേസുകളുടെ ഒത്തുതീർപ്പ് കോടതി മുഖേന മാത്രം മതിയെന്ന നിയമ ഭേദഗതി ബില്ലും ഈ സഭാ സമ്മേളനത്തിൽ കൊണ്ടുവരും. ഇക്കോ ടൂറിസം ബില്ലും ഈ സഭാ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാനാണ് നീക്കം. വനംവകുപ്പിന്റെ ബില്ലുകളിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ചില ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. ഇതിൽ വനമന്ത്രി അടക്കമുള്ളവർക്ക് അതൃപ്തിയുണ്ട്.
കേരളത്തിലെ പോലീസ് അതിക്രമം അടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. കേരളത്തിലെ ഏതെങ്കിലും പ്രത്യേക വിഷയം യോഗത്തിന്റെ അജണ്ടയിലില്ലെന്നും രാജ്യത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുകയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ടയെന്നും നേതൃത്വം അറിയിച്ചു. അതേസമയം ഏതെങ്കിലും അംഗം ഉന്നയിച്ചാൽ വിഷയം ചർച്ചയ്ക്ക് വരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഇന്ത്യ-US ബന്ധം, ഇന്ത്യ-യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ എന്നീ വിഷയങ്ങളിൽ ചർച്ച ഉണ്ടാകും. വയനാട് പുൽപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്ത പഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടത്തിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. ജോസിന്റെ ആത്മഹത്യാക്കുറിപ്പ് ഇന്നലെ പോലീസ് കണ്ടെത്തിയിരുന്നു. കത്തിലെ വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വന്നേക്കും. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായിരുന്നു ജോസ് നെല്ലേടം. കോൺഗ്രസിലെ തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് വിലയിരുത്തൽ. എന്നാൽ സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. തമിഴക വെട്രിക്കഴകം അധ്യക്ഷനായ നടൻ വിജയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. തിരുച്ചിറപ്പള്ളി മറക്കടൈ ഗാന്ധി മാർക്കറ്റിൽ MGR പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാണ് വിജയ് തന്റെ ആദ്യ രാഷ്ട്രീയ പര്യടനം ആരംഭിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 വിജയ് വേദിയിലെത്തും. വിവരങ്ങളുമായി ഇപ്പോൾ മുഹമ്മദ് റഹീസാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ചേരുന്നത്. മുഹമ്മദ് റഹീസ്, അങ്ങനെ വിജയ് ആ രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. കർശന ഉപാധികളോടെയാണല്ലോ യാത്രയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, വിജയ് അങ്ങനെ തന്റെ ആദ്യ രാഷ്ട്രീയ യാത്രയ്ക്ക് തമിഴ്നാട് പര്യടനത്തിന് തുടക്കമിടുകയാണ്. അത് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് തുടക്കമിടുന്നത്. മാത്രമല്ല സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. ഗാന്ധി മാർക്കറ്റിലെ മറക്കടയിലെ ഗാന്ധി മാർക്കറ്റിനടുത്ത് MGR പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാണ് വിജയ് തന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കമിടുന്നത്. വിജയുടെ ബസ്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. ആ ബസ്സിൽ ഉൾപ്പെടെ, പ്രചാരണ വാഹനത്തിൽ ഉൾപ്പെടെ MGRന്റെ ചിത്രം കൂടി വെച്ചിട്ടാണ് അദ്ദേഹം യാത്ര തുടങ്ങുന്നത്. അങ്ങനെ കൃത്യമായ ഒരുപാട് രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടെ, ലക്ഷ്യങ്ങളോടെയൊക്കെയാണ് വിജയ് തന്റെ പര്യടനം തുടങ്ങുന്നത്. കർശന ഉപാധികൾ, 23 ഉപാധികൾ വെച്ചിട്ടാണ് പോലീസ് വിജയ്ക്ക് ഇത്തരത്തിലൊരു യാത്രയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അതിൽ റോഡ് ഷോ പാടില്ല എന്നതടക്കമുള്ള ഉപാധികളുണ്ട്. മാത്രമല്ല വിജയുടെ വാഹനത്തിനൊപ്പം 6 വാഹനങ്ങൾ മാത്രമേ പാടുള്ളൂ. ഈ പടക്കം പൊട്ടിക്കാൻ പാടില്ല. ഒരു പ്രവർത്തകർ യാതൊരു തരത്തിലും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കടക്കാൻ പാടില്ല എന്നതടക്കമുള്ള കർശന ഉപാധികളാണ്. മാത്രമല്ല പോലീസ് കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 700ഓളം പോലീസുകാർ മാത്രം ഈ വേദിക്കും അതിനു ചുറ്റുമായി മാത്രമുണ്ട്. വിജയ് ഇന്ന് 3 ഇടങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. ഈ മറക്കടയിലെ പര്യടനം കഴിഞ്ഞാൽ, തിരുച്ചിറപ്പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 2 സ്ഥലങ്ങളിലേക്കൂടെ, പേരമ്പലൂർ ഉൾപ്പെടെയുള്ള 2 സ്ഥലങ്ങളിലേക്ക് കൂടി വിജയ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് മുഴുവനായി, പകൽ മുഴുവൻ വിജയ് തന്റെ യാത്രയിലായിരിക്കും. ശനിയാഴ്ചകളിൽ മാത്രമാണ് യാത്ര നടത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ സമയത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം തമിഴക രാഷ്ട്രീയത്തിൽ കൃത്യമായൊരു സ്പേസ് ഉള്ള സമയമാണ്. AIDMKയിലെ പൊട്ടിത്തെറി, NDAയിലെ ഭിന്നത, ഒപ്പം തന്നെ ഈ 2 വിഭാഗങ്ങളിലും, ഈ മുന്നണിയിലും ഒപ്പം തന്നെ AIDMKയിലുമുള്ള നേതാക്കൾക്കെതിരായിട്ടുള്ള അമർഷം, ഇതൊക്കെ ഇങ്ങനെ പുകയുന്ന സമയത്താണ് പാർട്ടി പ്രവർത്തകർ എന്ത് തീരുമാനം എടുക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് വിജയ് തന്റെ രാഷ്ട്രീയ യാത്രയുമായി മുന്നോട്ട് വരുന്നത്. അവിടെ MGRനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. MGRനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് AIDMK വോട്ട് ബാങ്കിലേക്ക് കടന്നു ചെല്ലാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മാത്രമല്ല നേരത്തെ NDA ഇപ്പോൾ വിട്ട് മാറി നിൽക്കുന്ന TTV ദിനകരനും OPS അടക്കമുള്ള നേതാക്കൾക്ക് വിജയിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതുകൂടി തന്റെ ഭാഗത്തേക്ക് ചേർത്തുകൊണ്ട്, മുതലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് വിജയ് ഉള്ളത്. പക്ഷേ 25 മിനിറ്റ് മാത്രമാണ് വിജയ്ക്ക് സംസാരിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 9:30 ചാർട്ടേഡ് വിമാനത്തിൽ വിജയ് തിരുച്ചിറപ്പള്ളിയിലേക്ക് എത്തും. അതിനുശേഷം ഈ ഒരു വേദിയിലേക്ക് എത്തും. അതിനു പിന്നാലെയാണ് ഇദ്ദേഹം 10:35 മുതൽ ഏതാണ്ട് 11 മണിവരെ ഇവിടെ സംസാരിക്കും. അത് കൃത്യമായിട്ടുള്ളൊരു സമയമായിരിക്കും. ആ 25 മിനിറ്റ് മാത്രമാകും സംസാരിക്കുകയും ചെയ്യുക. എന്തായാലും വിജയ് തുടക്കമിടുന്നത് വലിയൊരു യാത്രയ്ക്കാണ്. 94 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് ഇത്. മധുരയിൽ ഡിസംബർ 20-നാകും സമാപിക്കുക. ശനിയാഴ്ചകളിൽ മാത്രമുള്ളൊരു യാത്ര. അങ്ങനെ അത്തരത്തിൽ ക്രോഡീകരിച്ച് ഓരോ സമയവും ഓരോ വിഷയങ്ങൾ, ഓരോ ജില്ലയിൽ ഊന്നി പറയേണ്ട വിഷയങ്ങൾ പറഞ്ഞ്, എന്നാൽ പൊതുവിൽ BJPക്കും DMKയ്ക്കും എതിരെ സംസാരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാകും വിജയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. മാത്രമല്ല AIDMK കയ്യിലെടുക്കാൻ വിജയ് എന്തൊക്കെ പറയുമെന്നുള്ളതും എന്തായാലും വളരെ നിർണായകമായിരിക്കും. ഇന്നൊരു 3 മണിക്കൂറിന് ശേഷം വിജയ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ യാത്രയിൽ ഒരു പാർട്ട് ടൈം പൊളിറ്റീഷ്യൻ എന്നുള്ള ലേബൽ മാറ്റിക്കൊണ്ട് ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിലേക്ക് കൂടിയുള്ള ചുവടുവയ്പ്പാണ് നടക്കാൻ പോകുന്നത്. ഉന്മേഷ്.
ശരി, മഥുരയിൽ നിന്ന് ആരംഭിച്ച് ഡിസംബർ 20 വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു റാലിക്ക് തുടക്കമാവുകയാണ്. ഓരോ ജില്ലകളിലും വിവിധ ലക്ഷ്യങ്ങളും വിവിധ വിഷയങ്ങളും ഉന്നയിക്കുന്നതായിരിക്കും ഈ റാലി എന്നാണ് മുഹമ്മദ് റഹീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് കൂടി. കൊച്ചി വെണ്ണലയിൽ നിന്ന് 3 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. സഹകരണ ബാങ്ക് ഡ്രൈവറായ തൻവീറിനെയാണ് പിടികൂടിയത്. ഡാൻസഫിന്റെ യൂണിറ്റ് 4 ഈ പരിശോധനയിൽ ഇയാളെ പിടികൂടിയത്. നോക്കാം ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. കൊൽക്കത്തയിലെ ദക്ഷിണേശ്വർ മെട്രോ സ്റ്റേഷനിൽ സുഹൃത്തുമായുള്ള സംഘർഷത്തിനിടെ 17-കാരൻ കുത്തേറ്റ് മരിച്ചു. ബാഗ് ബസാർ ഹൈസ്കൂൾ വിദ്യാർത്ഥി മനോജിത് യാദവാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സ്കൂൾ വാനും ബസും കൂട്ടിയിടിച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥിയും ഡ്രൈവറും കൊല്ലപ്പെട്ടു. 3 പേർക്ക് പരിക്ക്. സ്കൂൾ ബസ് തെറ്റായ ദിശയിലായിരുന്നെന്ന് പോലീസ്. ആദ്യമായി ഇന്ത്യൻ റെയിൽവേയുടെ ഭൂപടത്തിൽ ഇടം പിടിച്ച് വടക്കിഴക്കൻ സംസ്ഥാനമായ മിസോറാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 19 മുതൽ പ്രതിവാര സർവീസുകൾ ആരംഭിക്കും. 8,071 കോടി രൂപയാണ് റെയിൽവേ പദ്ധതിയുടെ ചെലവ്. തെലങ്കാനയിലെ മേദക്കിൽ 2 വയസ്സുകാരിയെ കൊന്ന ശേഷം മാതാവ് സുഹൃത്തിനൊപ്പം നാടുവിട്ടു. ഭർത്തൃവീട്ടുകാരുടെ പരാതിയിൽ യുവതിയെ ആന്ധ്രാപ്രദേശിൽ നിന്ന് കണ്ടെത്തി. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് കൊലപാതക വിവരം പുറത്തുവന്നത്. മാസം തികയാതെ ശാരീരിക പ്രശ്നങ്ങളുമായി പിറന്ന പിഞ്ചു കുഞ്ഞ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. ഹെർണിയ ബാധിച്ച കുഞ്ഞിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായെങ്കിലും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോരാൻ പണമില്ല. 1,55,000 രൂപ കൂടി കിട്ടിയാൽ മാത്രമേ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ഇന്നാണ് ആശുപത്രി അധികൃതർ ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്നത്. മാസം തികയാതെ പിറന്നതിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം ഹെർണിയ രോഗവും കൂടിയായതോടെ 3 മാസം മാത്രം പ്രായമുള്ള ഈ പിഞ്ചു കുഞ്ഞനുഭവിക്കാത്ത വേദനയില്ല. മണിയുടെ നീർക്കുഴി സ്വദേശികളായ അപർണയുടെയും പ്രശാന്തിന്റെയും കുഞ്ഞിനാണ് ഈ ദുരവസ്ഥ. 7ാം മാസത്തിൽ പ്രീടേമായിട്ടുണ്ടായ കുഞ്ഞാണ്. പ്രീടേമായിട്ടുണ്ടായതുകൊണ്ട് ശാരീരികമായി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കോട്ടയത്താണ് ഇവനുണ്ടായത്. 2 മാസം NICUയിൽ കുഞ്ഞിനെ കിടത്തുകയും 2 മാസത്തിന് ശേഷം വീട്ടിലേക്ക് ഡിസ്ചാർജായി വന്നു കഴിയുമ്പോഴാണ് ഹെർണിയയുടെ ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞത്. കുട്ടിയുടെ ഗുരുതരാവസ്ഥ പരിഗണിച്ച് എറണാകുളം മെഡിക്കൽ സെന്ററിൽ അടിയന്തര സർജറി നടത്തി. എമർജൻസി ആയിട്ട് ഏതെങ്കിലും പീഡിയാട്രിക് സർജനുള്ള ആശുപത്രിയിലേക്ക് പോകാൻ പറയും. ഞങ്ങളങ്ങനെ EMCയിൽ വരും. ഡോക്ടർ MJ ജോയി പീഡിയാട്രിക് സർജറി നടത്തുകയും ചെയ്തു. ഇപ്പം സർജറി നടത്തിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പൈസയുടെ കുറച്ച് പ്രശ്നമുണ്ട്. ഞങ്ങൾ മാക്സിമം ഓരോരുത്തരോടും ഇങ്ങനെ സഹായങ്ങളൊക്കെ ചോദിച്ചു. അവർ 1 മാസത്തോളം കൊച്ചിവിടെ ആശുപത്രിയിൽ കിടന്നെങ്കിൽ മാത്രമാണ് സഹായം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 1,55,000 രൂപ അടച്ചെങ്കിലാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അത്രയും എമൗണ്ടൊന്നും ഇപ്പം അടയ്ക്കാൻ കഴിയണില്ല. ഡ്രൈവറായി ജോലി നോക്കുന്ന രാജേഷിന് ലഭിക്കുന്ന ദിവസവരുമാനം ഉപയോഗിച്ച് സർജറിക്ക് ചിലവായ മുഴുവൻ തുകയും അടയ്ക്കാൻ നിവൃത്തിയില്ല. 3 മാസം മാത്രം പ്രായമുള്ള ഈ പിഞ്ചുകുഞ്ഞിന് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. 24 കൊച്ചി. ചില അറിയിപ്പുകളാണ്. കണ്ണൂർ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും ചേർന്ന് ഈ മാസം 20-ന് മിനി ജോബ് ഫെയർ സംഘടിപ്പിക്കും. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ രാവിലെ 9 മുതൽ 4 വരെയാണ് തൊഴിൽ മേള. വിവിധ മേഖലകളിൽ നിന്നായി 40-ലധികം കമ്പനികൾ പങ്കെടുക്കും. പത്തനംതിട്ട തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ഇന്ന് രാവിലെ 10 മണിക്ക് ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലാണ് ക്യാമ്പ്. കൊച്ചി കുസാറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ്. നാഷണൽ സെന്റർ ഫോർ അക്വാറ്റിക് ആനിമൽ ഹെൽത്തിൽ മറൈൻ ബയോടെക്നോളജി വിഭാഗത്തിലാണ് ഒഴിവുള്ളത്. അഭിമുഖം ഈ മാസം 29-ന്. പത്തനംതിട്ട ഏനാദിമംഗലം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നു. +2 ആണ് യോഗ്യത. അഭിമുഖം ഈ മാസം 20-ന് നടക്കും. പെരുമ്പാവൂർ സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് ഇംഗ്ലീഷ് ഇക്കണോമിക്സ് വിഷയങ്ങളിൽ. അഭിമുഖം ഈ മാസം 15-ന്. നോക്കാം കായിക വാർത്തകൾ.
ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്ക ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. രാത്രി 8-ന് അബുദാബിയിൽ നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ബംഗ്ലാദേശ് അവരുടെ ആദ്യ മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ 7 വിക്കറ്റ് ജയം സ്വന്തമാക്കിയിരുന്നു. ഇന്ന് കൂടി ജയിച്ച് സൂപ്പർ 4 സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ബംഗ്ലാദേശിന്റെ ലക്ഷ്യം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ടോക്കിയോയിൽ തുടക്കമായി. 200 രാജ്യങ്ങളിൽ നിന്ന് 2000 അത്ലറ്റുകൾ മാറ്റുരയ്ക്കും. പുരുഷ വനിതാ വിഭാഗം 35 കിലോമീറ്റർ നടത്ത മത്സരത്തോടെ ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ ആരംഭിച്ചു. 19 അംഗ ഇന്ത്യൻ സംഘം ടോക്കിയോയിലെത്തി. ജാവലിൻ ത്രോയിൽ നിലവിലെ ചാമ്പ്യൻ നീരജ് ചോപ്രയിലാണ് ഇന്ത്യൻ പ്രതീക്ഷ. കേരളത്തിന് അഭിമാനമായി എം ശ്രീശങ്കറും അബ്ദുള്ള അബൂബക്കറും സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട്. എറണാകുളം ലിസി ആശുപത്രിയിൽ 13 വയസ്സുകാരിയുടെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മസ്തിഷ്ക മരണം സംഭവിച്ച ബിൽജിത്ത് എന്ന 18-കാരന്റെ ഹൃദയമാണ് കൊല്ലം സ്വദേശിയായ 13-കാരിക്ക് മാറ്റിവെച്ചത്. ഇന്ന് പുലർച്ചെ 1:20-നാണ് ഹൃദയം വഹിച്ചുകൊണ്ടുള്ള വാഹനം ലിസി ആശുപത്രിയിൽ എത്തിയത്. എസ് ശ്യാംകുമാറുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഉന്മേഷ്, ഇന്ന് രാവിലെ 1:25-നാണ് ശസ്ത്രക്രിയ ആരംഭിക്കുന്നത്. ആ ശസ്ത്രക്രിയ വിജയകരമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ പങ്കുവെക്കാൻ സാധിക്കുന്നത്. 6:30-നാണ് ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നത്. മാറ്റിവെച്ച ഹൃദയം ആ 13-കാരിയിൽ സ്പന്ദിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇനിയുള്ള 48 മണിക്കൂർ ശസ്ത്രക്രിയ പോലെ തന്നെ നിർണായകമായ സമയമാണ് എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. ശസ്ത്രക്രിയ പൂർത്തിയായ കുട്ടിയെ ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ICUവിലേക്ക് മാറ്റിയിരിക്കുന്നത്. 48 മണിക്കൂർ ആ 13-കാരി അവിടെ ഡോക്ടർമാരുടെ കർശന നിരീക്ഷണത്തിൽ തുടരുകയും ചെയ്യും. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശിയായ 18 വയസ്സുകാരൻ ബിൽജിത്തിന്റെ ഹൃദയമാണ് ഈ 13 വയസ്സുകാരിയിലേക്ക് മാറ്റി പിടിപ്പിച്ചത്. ഇന്നലെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കുകയും ബിൽജിത്തിന്റെ കുടുംബങ്ങൾ സമ്മതിച്ചതിനെ തുടർന്ന് രാത്രിയിൽ പോലീസിന്റെ സുരക്ഷയോടുകൂടിയിട്ടാണ് ഈ ഹൃദയം ലിസി ആശുപത്രിയിൽ എത്തിച്ചത്. മറ്റ് 6 പേർക്ക് കൂടി ആന്തരിക അവയവങ്ങൾ കൈമാറ്റം ചെയ്യുകയും ചെയ്തു. അതുമെല്ലാം വിവിധ ആശുപത്രികളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബിൽജിത്ത് ഇനി 6 പേരിലൂടെ ജീവിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 13 വയസ്സുകാരി ഇന്നലെ കൊല്ലത്ത് നിന്ന് വളരെ വേഗത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് ആ കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇവിടെ എറണാകുളം ലിസി ആശുപത്രിയിൽ എത്തിച്ചിരുന്നത്. 5 മണിക്കൂർ നീണ്ടുനിന്ന ആ സങ്കീർണമായ ശസ്ത്രക്രിയയാണ് പുലർച്ചെ 6:30-ന് ഡോക്ടർ ജോസ് പെരിയപുറവും ഡോക്ടർ ജോ ജോസഫും ഉൾപ്പെടെയുള്ള ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ള 48 മണിക്കൂറാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലർച്ചെ കുട്ടിയുടെ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങിയിരിക്കുന്നു. മാറ്റിവെച്ച ഹൃദയം ശരീരത്തിൽ സ്പന്ദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു പുതു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. അത് ഏറ്റവും പോസിറ്റീവായ ഒരു വാർത്ത കൂടിയാണ്. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. കാട്ടാന ആക്രമണം എന്ന വാർത്ത. അത് കോഴിക്കോട് നിന്നാണ് വരുന്നത്. പേരാമ്പ്ര സ്വദേശിക്ക് ഗുരുതര പരിക്ക് എന്ന് ഷഹദ് റഹ്മാൻ അറിയിക്കുന്നുണ്ട്. പേരാമ്പ്രയിലെ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് വാച്ചർ തൊഴിലാളിയെയാണ് കാട്ടാന ആക്രമിച്ചത്. ഇന്നലെ രാത്രി 10:30-യോടെയായിരുന്നു ഈ സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ബാബു ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 വാരിയലിന് പൊട്ടലുണ്ടായി ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ എന്നാണ് ഷഹദ് റഹ്മാൻ ഇപ്പോൾ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഹദ്, ഒരു വാർത്ത കൂടി അറിയിക്കുന്നുണ്ട്. കള്ളത്തോക്ക് നിർമ്മാണത്തിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. തൊട്ടിൽപ്പാലം കുണ്ടുതോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. 3 നാടൻ തോക്കുകളാണ് പിടികൂടിയത്. ആമ്പല്ലൂർ ബാബുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഈ തോക്കുകൾ കണ്ടെടുത്തത്. വീടിനോട് ചേർന്ന പണിശാലയിൽ നിന്നാണ് നാടൻ തോക്കുകൾ കണ്ടെത്തിയതെന്നും ഷഹദ് അറിയിക്കുന്നു. മണിപ്പൂരിലെത്താൻ വൈകിയതിന്റെ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് പറയണമെന്ന് CPI നേതാവ് ആനി രാജ. സ്വന്തം ഇമേജിന് കോട്ടം തട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോഴാണോ സന്ദർശനമെന്നും ആനി രാജയുടെ ചോദ്യം. വെറുതെ പോയി പാക്കേജ് പ്രഖ്യാപിച്ചതുകൊണ്ട് മണിപ്പൂർ ജനതയുടെ ദുരിതം മാറില്ലെന്നും ആനി രാജ 24-നോട് പറഞ്ഞു. മാം, മണിപ്പൂരിൽ ആദ്യം എത്തി കലാപഭൂമി സന്ദർശിക്കുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആദ്യം പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തൊരു ആളാണ്. അപ്പോൾ മോദിയുടെ സന്ദർശനം വളരെ വൈകി എന്നുള്ള വിമർശനവും നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു സമയത്ത് സന്ദർശനം എന്ത് ലക്ഷ്യമിട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 2 വർഷവും 3 മാസവും ആകുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നല്ല കാര്യം. പക്ഷേ എന്തേ ഇത്ര വൈകി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മണിപ്പൂരും ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമല്ലേ? അതോ താങ്കളുടെ ഇമേജ് എവിടെയെങ്കിലും മറ്റ് ലോകത്തിൻ്റെ മുന്നിൽ ഒരു അതിന് കോട്ടം തട്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒന്നാണോ ഇതെന്നുള്ളൊരു സംശയം ഏറ്റവും ആദ്യം എന്തേ വൈകി എന്നുള്ളൊരു ചോദ്യം അതാണ്. ഇതിൽ നല്ല ഒരു ഹോംവർക്ക് ഇല്ലാതെ
അവിടെ ആ സംസ്ഥാനത്തെ യൂണിഫൈഡായിട്ട് നിർത്തണം. മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ, മുന്നേ ഉണ്ടായിരുന്ന മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ നന്നായി ഹോംവർക്ക് ചെയ്യുകയും രണ്ട് വിഭാഗത്തെ മാത്രമല്ല, ഇതിൻ്റെ ഈ എന്താണ് സായുധ ഗ്രൂപ്പുകളുണ്ട്, അവരുടെയൊക്കെ കാര്യങ്ങൾ, അത് എന്തിനിങ്ങനെ ഇത്രയേറെ എങ്ങനെ ഈ സായുധ സേനകൾ കടന്നു വരുന്നു, അപ്പോൾ അതിർത്തി വിഷയം, സുരക്ഷ, അതൊക്കെ പല വിഷയങ്ങളുണ്ട് ഇതിൽ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട്. അല്ലാതെ ഓടി അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിച്ചാൽ ഉടനെ തീരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ എത്രയോ കാലമായി ദുരിതം അനുഭവിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അത് ആ രീതിയിലുള്ള ഒരു ഇച്ഛാശക്തിയോടെ, ആത്മാർത്ഥതയോടെ വേണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതിനെ സമീപിക്കാൻ. ആ ആത്മാർത്ഥത ഇതിൻ്റെ അകത്ത് അത്രമാത്രം 100% ഉണ്ടോ എന്നുള്ളത് പറയേണ്ടത് അവരാണ്. മണിപ്പൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് അവിടെ എത്താൻ വൈകി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകണം. മാത്രമല്ല അത് മുകൾ തട്ടിൽ മാത്രം എന്തെങ്കിലും ഒരു ഡയലോഗുകളോ അല്ലെങ്കിൽ പാക്കേജുകളോ പ്രഖ്യാപിച്ചു പോകരുത്. മറിച്ച് സാധാരണ ജനങ്ങൾക്ക് കൃത്യമായി ഉപകാരപ്പെടുന്ന, അവരുടെ ജനജീവിതത്തിനെ വീണ്ടും കൈപിടിച്ചുയർത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വേണം എന്നുകൂടിയാണ് ആനി രാജ പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. ഇനി രാജ്യാന്തര വാർത്തകളിലേക്കാണ് വാർത്താലോകം. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അല്പസമയത്തിനകം സംഘടിപ്പിക്കുന്ന അത്താഴ വിരുന്നിലാണ് കൂടിക്കാഴ്ച. വിരുന്നിൽ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ആണ് ചേരുന്നത്. മെറിൻ, വെരി ഗുഡ് മോർണിംഗ്. ഏറെ നിർണായകമായ കൂടിക്കാഴ്ചയാണ്. പല വിഷയങ്ങളും ചർച്ചയാകാൻ സാധ്യതയുള്ള കൂടിക്കാഴ്ച കൂടിയാണല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഉന്മേഷ്. രാജ്യാന്തര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ചർച്ചയായിരിക്കും നടക്കാൻ പോകുന്നത്, കൂടിക്കാഴ്ചയായിരിക്കും നടക്കാൻ പോകുന്നത്. അതായത് ഖത്തറിൻ്റെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. പ്രധാനമായും അമേരിക്കയുടെ അനുനയ ശ്രമങ്ങൾ അല്ലെങ്കിൽ ഖത്തറിനെ അനുനയിപ്പിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ എന്ന് തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയെ കാണാനാകും. ന്യൂയോർക്കിലെത്തിയ ഖത്തർ പ്രധാനമന്ത്രിക്ക് അത്താഴ വിരുന്നൊരുക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിരുന്നു. ഈ അത്താഴ വിരുന്നിനിടെയായിരിക്കും ഖത്തർ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തുക എന്നതാണ് വിവരം. എന്നാൽ എവിടെയാകും കൂടിക്കാഴ്ച? പ്രധാനമായും ന്യൂയോർക്കിൽ തന്നെയാകും കൂടിക്കാഴ്ച എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന വിവരം. ഈ ഒരു നയതന്ത്ര തലത്തിൽ തന്നെ ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച നടപടിയെ അമേരിക്ക അസന്തുഷ്ടി പ്രകടിപ്പിച്ചിരുന്നു. ട്രംപ് തന്നെ ഉപയോഗിച്ച വാക്ക് അൺഹാപ്പി എന്ന് തന്നെയാണ്. അതായത് ഈ സമാധാന ശ്രമങ്ങൾ, വെടിനിർത്തൽ ചർച്ചകളെല്ലാം തുടരുന്നതിനിടെയുള്ള ഇസ്രായേലിന്റെ ഒരു ആക്രമണത്തിൽ അമേരിക്ക അസന്തുഷ്ടി പ്രകടിപ്പിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത് എന്നതും ഏറെ നിർണായകമാണ്. നേരത്തെ ന്യൂയോർക്കിലെത്തിയ ഖത്തർ പ്രധാനമന്ത്രി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും അതുപോലെ തന്നെ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു നേതാക്കളും തമ്മിലും ഈ ഒരു ആക്രമണമാണ് ചർച്ചയായത്. മാത്രമല്ല ഖത്തർ അമേരിക്ക സൈനിക സഹകരണവും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിരുന്നു. ഉടൻ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ട്രംപ് ഖത്തർ പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കുമെന്ന വിവരവും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കാനിരിക്കുകയാണ്. അത് നാളെയാണ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കാനിരിക്കുന്നത്. അത് നടപടികൾ, ഇസ്രായേലിനെതിരായ തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനുള്ള ആ ഒരു യോഗം ചർച്ച ചെയ്യും. അതിനിടയിൽ കൂടെയാണ് ഈ ഒരു നിർണായക കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നത്. എന്തായാലും രാജ്യാന്തര തലത്തിൽ തന്നെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാകും ഖത്തർ പ്രതിനിധിയും അതുപോലെ തന്നെ ട്രംപും കൂടെ നടത്തുന്ന കൂടിക്കാഴ്ച എന്നതിൽ തർക്കമില്ല. നേരത്തെ തന്നെ ഖത്തർ പ്രധാനമന്ത്രി ഈ ഒരു ഇസ്രായേൽ ആക്രമണങ്ങളെ അപലപിച്ചിരുന്നു. എന്നാൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്നും പിന്മാറില്ലെന്നും ഖത്തർ അറിയിച്ചിരുന്നു. മറിയമേരി ചാക്കോയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പാലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യ. UN പൊതുസഭയിൽ ഫ്രാൻസും സൗദി അറേബ്യയും കൊണ്ടുവന്ന പ്രമേയത്തിനെയാണ് ഇന്ത്യ അനുകൂലിച്ചത്.
പ്രമേയത്തെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണച്ചു. ഇന്ത്യ ഉൾപ്പെടെ 142 രാജ്യങ്ങൾ അനുകൂലിച്ചു. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെ 10 രാജ്യങ്ങൾ എതിർത്തു. 12 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ത്രിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുക വഴി പലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് പൊതുസഭയിൽ അവതരിപ്പിച്ചത്. പ്രമേയം അവതരിപ്പിച്ച സൗദി ഫ്രാൻസ് നീക്കത്തെ പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. പലസ്തീൻ രാഷ്ട്രം സാധ്യമാകാതിരിക്കാനായി കുടിയേറ്റ വികസന പദ്ധതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഒപ്പുവെച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് പ്രമേയം പാസാക്കിയത്. ഇനി മധ്യപൂർവേഷ്യയിലേക്ക് വന്നാൽ പ്രവാസികളായ ഇന്ത്യക്കാർ നാട്ടിലേക്ക് കൊണ്ടുപോകാവുന്ന സ്വർണത്തിന്റെ മൂല്യപരിധി പുതുക്കണമെന്ന ആവശ്യം പ്രവാസികൾക്കിടയിൽ ശക്തമായിരിക്കുകയാണ്. കസ്റ്റംസ് നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചു. യുഎഇയിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു സ്ത്രീ യാത്രക്കാരിക്ക് 40 ഗ്രാം വരെയും പുരുഷ യാത്രക്കാരന് 20 ഗ്രാം വരെയും സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകാനാകും. അതായത് നിയമം പറയുന്നത് ഒരു സ്ത്രീ യാത്രക്കാരി കൊണ്ടുപോകാനാകുന്ന സ്വർണ്ണത്തിന്റെ മൂല്യം 1 ലക്ഷം രൂപ കവിയാൻ പാടില്ല എന്നാണ്. അതുപോലെ പുരുഷ യാത്രക്കാരൻ കൊണ്ടുപോകുന്നതിന്റെ മൂല്യം 50,000 രൂപയും കവിയാൻ പാടില്ല. 2016 ഈ ഒരു വിജ്ഞാപന അധികൃതർ പുറത്തിറക്കിയത്. അന്ന് 22 ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് ഏകദേശം 2,500 രൂപയായിരുന്നു. അതനുസരിച്ചാണ് സ്വർണ്ണത്തിന്റെ വിലയ്ക്ക് 1,50,000 എന്നീ മൂല്യപരിധിയൊക്കെ നിശ്ചയിച്ചത്. ഇപ്പോൾ അതിനുശേഷം 8 വർഷത്തിനിടെ സ്വർണ്ണത്തിന് വലിയ തോതിൽ വില കൂടിയിട്ടുണ്ട്. ഇത് നിലവിൽ ഗ്രാമിന് 10,000 രൂപയിലധികമാണ്. ഇപ്പോൾ സ്വർണ്ണത്തിന് ഇങ്ങനെ നോക്കുമ്പോൾ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില, അതായത് 20 ഗ്രാം സ്വർണ്ണത്തിന് ഏകദേശം 2 ലക്ഷത്തോളവും 40 ഗ്രാം സ്വർണ്ണത്തിന് ഏകദേശം 4 ലക്ഷത്തോളവും ആകും. ഇതായിരിക്കും ഇന്നത്തെ മൂല്യം. ഈ വൈരുദ്ധ്യമാണ് യാത്രക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതെന്നാണ് പ്രവാസികൾ വലിയ തോതിൽ തന്നെ പരാതിപ്പെടുന്നത്. നിശ്ചയിച്ച മൂല്യവും നിലവിലെ കമ്പോള വിലയും തമ്മിലുള്ള പൊരുത്തക്കേട് തന്നെയാണ് പ്രധാന പ്രശ്നം. പലപ്പോഴും നാട്ടിലെത്തുന്ന സമയത്ത് എയർപോർട്ട്, കസ്റ്റംസ് പരിശോധനാ കേന്ദ്രങ്ങളിൽ ഇത് തർക്കങ്ങൾക്കടക്കം കാരണമാകുന്നുണ്ട് എന്നാണ് പ്രവാസികൾ പ്രധാനമായും പരാതിപ്പെടുന്നത്. ഇതിനെതിരെയാണ് പ്രവാസികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സ്വർണ്ണവിലയിലുള്ള ഈ ഒരു ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത ഭാരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ അനുവദിക്കുക എന്ന രീതി പരിഗണിക്കണമെന്നാണ് പ്രധാനമായും ഈ പ്രവാസികളുടെ ആവശ്യം. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ധനമന്ത്രിക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് കത്തയച്ചിട്ടുണ്ട്. എന്തായാലും പ്രവാസികളുടെ ഈ ഒരു ആവശ്യം പരിഗണിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള പ്രവാസികൾ. കോഴിക്കോട് പേരാമ്പ്രയിൽ കാട്ടാനാക്രമണം. പേരാമ്പ്ര സ്വദേശി ബാബുവിന് ഗുരുതര പരിക്ക്. ഇന്നലെ രാത്രി 10:30യോടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാനാണ് ഇപ്പോൾ ചേരുന്നത് കോഴിക്കോട് നിന്ന്. ഷഹദ്, ഇത് പേരാമ്പ്ര എവിടെയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്? അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? വിവരങ്ങൾ ഷഹദ്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. ഇന്നലെ രാത്രി ഏകദേശം 10:30 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. പേരാമ്പ്രയിലെ ഒരു എസ്റ്റേറ്റിലാണ് ബാബു ജോലി ചെയ്യുന്നത്. അവിടെ ടാപ്പിംഗ് തൊഴിലാളിയാണ്. മാത്രമല്ല രാത്രി കാലങ്ങളിൽ അവിടെ വാച്ചറായിട്ടും ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നലെ രാത്രി ഈ കാട്ടാനയുടെ ആക്രമണത്തിന് ബാബു ഇരയാകുന്നത്. ഗുരുതരമായിട്ടാണ് ഇയാൾക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 4 വാരിയെല്ലിനും അതുപോലെ തന്നെ വലത് ഷോൾഡറിന്റെ എല്ലിനും പൊട്ടലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകളുമായി സംസാരിച്ച ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ള വിവരം. പരിക്ക് അല്പം ഗുരുതരമാണ് എന്ന വിവരവും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. നമുക്കറിയാം, കാട്ടാനാക്രമണം അതായത് പതിവാവുകയാണ്. പ്രത്യേകിച്ച് ഈ പേരാമ്പ്ര മേഖലയിലൊക്കെ വലിയ രീതിയിൽ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ രാത്രിയോടുകൂടി ഇത്തരമൊരു സംഭവം നടക്കുന്നത്. തുടർന്ന് പുലർച്ചെ 5 മണിയോട് മറ്റോ ആണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇയാളെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനുള്ളത്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ സുശീല കർക്കി 4 ദിവസമായി തുടരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് ഇന്നലെ രാത്രി 9 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പാർലമെന്റും പിരിച്ചുവിട്ടിരുന്നു. സുപ്രീം കോടതിയും പാർലമെന്റും ഉൾപ്പെടെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഇല്ലാതായ നേപ്പാളിനെ ആദ്യം മുതൽ കെട്ടിപ്പടുക്കുക എന്നതാണ് സുശീല കർക്കിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി. ഇനി നോക്കാം ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ പ്രളയത്തെ തുടർന്ന് 20 ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. സിന്ധ് പ്രവിശ്യയിൽ നിന്ന് 1.5 ലക്ഷം പേരെ ഒഴിപ്പിച്ചതായും കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിക്കുമെന്നും പാക് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജപ്പാനിലെ ഒസാക്കയിൽ യുണൈറ്റഡ് എയർലൈൻസ് വിമാനം അടിയന്തരമായി ഇറക്കിയതിനെ തുടർന്ന് 2 പേർക്ക് പരിക്ക്. ഫിലിപ്പീൻസിലെ സെബുവിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് ഇറക്കിയത്. വിമാനത്തിലുണ്ടായിരുന്ന 142 യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. കോങ്കോയിൽ തിമിംഗല ബോട്ട് തീപിടിച്ച് നദിയിൽ മുങ്ങി 107 പേർ മരിച്ചു. 209 പേരെ രക്ഷപ്പെടുത്തി. തീപിടുത്തത്തിൽ കപ്പലിലെ ചരക്കുകളും കത്തിനശിച്ചു.
ഗസയിലേക്ക് പോകാൻ ഇസ്രായേൽ സൈനികർക്ക് താൽപ്പര്യമില്ലെന്ന റിപ്പോർട്ട്. സൈനിക സേവനം നിരസിച്ചാൽ തടവ് ശിക്ഷ ലഭിക്കും. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് ആരോപിച്ച് ഇസ്രായേലിൽ പ്രക്ഷോഭം നടത്തുന്നതിനിടെയാണ് സൈനികരുടെ വിസമ്മതം. ഉത്തരകൊറിയയിൽ കിം ജോങ് ഉന്നിന്റെ പിൻഗാമിയായി മകൾ കിം ജൂയെ എത്തുമെന്ന് റിപ്പോർട്ട്. ചൈനയിലെ ബീജിംഗിൽ ഉന്നത നേതാക്കളെ സന്ദർശിക്കാൻ കിമ്മിനൊപ്പം ജൂയെ എത്തിയത് അഭ്യൂഹം ശക്തമാക്കി. കോഴിക്കോട് തൊട്ടിൽപ്പാലം കുണ്ടുതോട്ടിൽ കള്ളത്തോക്ക് നിർമ്മിച്ചയാൾ അറസ്റ്റിലായി. ആമ്പല്ലൂർ ഉണ്ണി എന്നയാളെ തൊട്ടിൽപ്പാലം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. 3 നാടൻ തോക്കുകളാണ് പരിശോധനയിൽ പിടികൂടിയത്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ ഒരു പരിശോധന നടത്താനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇവർക്ക് ഇത്തരത്തിൽ നേരത്തെ തന്നെ കള്ളത്തോക്ക് നിർമ്മാണമുണ്ടോ? അത്തരം വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണോ? കൃത്യ അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. പക്ഷേ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള കള്ളത്തോക്ക് നിർമ്മാണമുണ്ട് എന്ന് പോലീസിന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിൽ പരിശോധന നടത്തിയിട്ടുള്ളത്. ആമ്പല്ലൂർ ബാബുവിന്റെ വീട്ടിലാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്ന് ഉണ്ണി എന്ന് പറയുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും 2 പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞിട്ടുള്ള ഒരു തോക്കും അതുപോലെ തന്നെ 1 നിർമ്മാണത്തിലിരിക്കുന്ന ഒരു തോക്കും എന്നിങ്ങനെ 3 തോക്കുകളാണ് പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് എന്തിനാണ് നിർമ്മിച്ചതെന്നും ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി പരിശോധന നടക്കേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ വ്യക്തമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ മേഖലയിൽ കൂടുതലായി ഈ തോക്കുകൾ നിർമ്മിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും പരിശോധന നടക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഇനിയുള്ള മണിക്കൂറുകളിൽ പരിശോധന നടക്കും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ശരീരം തളർന്നുപോയ 5 വയസ്സുകാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായി കാരുണ്യ സർവീസ് നടത്തി ബസ്സുകൾ. വയനാട് കൽപ്പറ്റയിൽ നിന്ന് സർവീസ് നടത്തുന്ന ഒരു കൂട്ടം സ്വകാര്യ ബസ്സുകളാണ് കാരുണ്യത്തിന്റെ റൂട്ടിൽ ഓടിയത്. പുഴുതന വേങ്ങത്തോട് സ്വദേശി 5 വയസ്സുകാരി ഹെൻസ മെഹറിന് വേണ്ടിയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. പുഴുതന നടുത്തൊടി വീട്ടിൽ ഫിറോസ് അസ്ന ദമ്പതികളുടെ മകൾ ഹെൻസ മെഹറിന്റെ ശരീരമാണ് തളർന്നുപോയത്. ജനിച്ചു 6 മാസത്തിനു ശേഷമാണ് ഇങ്ങനെയായത്. പോളിയോ വാക്സിനാണ് കുഞ്ഞിനെ തളർത്തിയത് എന്ന് കുടുംബം പറയുന്നു. ഹെൻസ മെഹറിന്റെ പിതാവ് ഫിറോസ് ത്വക്ക് രോഗം ബാധിച്ച് ചികിത്സയിലാണ്. ഇവർക്ക് മികച്ച ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കൈത്താങ്ങാവുകയാണ് കൽപ്പറ്റയിലെ ഒരു കൂട്ടം ബസ്സുകൾ. ഈ ഒരു ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയും ഇതൊരു പ്രചോദനമായി നമുക്ക് നാട്ടിൽ ഇപ്പം ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഏത് തരത്തിലുള്ള സഹായം, ധനസഹായമായാലും ആളുകൾക്ക് അതിനുള്ള ആ ഒരു ബോധം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിയായ സന്തോഷമുണ്ട്. ജീവനക്കാർ വേതനം പോലും എടുക്കാതെയാണ് ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ബസ്സുകൾ ചികിത്സക്കായി നൽകിയത്. ഞങ്ങളുടെ റൂട്ടിലെ എല്ലാ ബസ്സും 9 ബസ്സും പാടെ കൂടി ഇന്നത്തെ ഒരു ദിവസത്തെ കളക്ഷനും പിരിച്ചിട്ട് അവിടെ ഏൽപ്പിക്കുക. നല്ല റെസ്പോൺസാണ്. കുട്ടികൾ വരെ 1 രൂപ തരുന്ന എസ് ടി വരുന്ന അല്ലെങ്കിൽ 5 രൂപ തരുന്ന ഒരു കുട്ടികൾ വരെ 10 രൂപ 15 രൂപ 20 രൂപ 50 രൂപ 100 തരുന്ന കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവരും സപ്പോർട്ടാണ്. ഇങ്ങനെ ഇനിയും ഒരുപാട് മുമ്പോട്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും കൂട്ടായ്മയായിട്ട് നിൽക്കട്ടെന്ന് നമ്മുടെ പ്രതീക്ഷ. ഫിറോസിന്റെയും ഹൻസ മെഹറിന്റെയും ചികിത്സക്ക് ഇനിയും ലക്ഷങ്ങൾ വേണം. കനിയുള്ളവർ കനിയണം. 24 വയനാട്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി തങ്കച്ചന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 നെടുമ്പാശ്ശേരി അകപ്പറമ്പിലെ കുടുംബ വീടിനോട് ചേർന്നുള്ള മാർ ഷാബൂർ അഫ്രോത്ത് യാക്കോബായ കത്തീഡ്രലിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ. 3:30 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. പെരുമ്പാവൂരിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണിപ്പോൾ. ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച വൈകിട്ടാണ് അന്ത്യം സംഭവിച്ചത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ ഇടം പിടിച്ച മിസോറാം 52 കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈറാങ് റെയിൽപാത പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. 871 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്.
സ്വാതന്ത്ര്യം ലഭിച്ച 78 വർഷം പിന്നിടുമ്പോഴാണ് മിസോറാം തലസ്ഥാനമായ ഐസ്വാളിൽ റെയിൽവേ എത്തുന്നത്. മിസോറാമിന്റെ പരുക്കൻ ഭൂപ്രകൃതി കാരണം വൈകിയ പദ്ധതിയുടെ പൂർത്തീകരണം ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. 11 വർഷം കൊണ്ടാണ് 52 കിലോമീറ്റർ നീളത്തിൽ പദ്ധതി പൂർത്തിയാക്കിയത്. അസം, ത്രിപുര, അരുണാചൽ പ്രദേശ് എന്നിവയ്ക്ക് ശേഷം ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ വടക്കുകിഴക്കൻ തലസ്ഥാനമാണ് ഐസ്വാൾ. പാത പ്രവർത്തനക്ഷമമാകുന്നതോടെ ഐസ്വാളിനും ആസാമിലെ പ്രധാന നഗരമായ സിൽച്ചാറിനുമിടയിലുള്ള യാത്രാസമയം 7 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറായി കുറയും. റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമായി മാറിയ പാതയുടെ പകുതിയിലധികവും തുരങ്കങ്ങളിലൂടെയും പാലങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത്. വൈബ്രേഷനും അറ്റകുറ്റപ്പണികളും കുറയ്ക്കുന്നതിന് തുരങ്കങ്ങൾക്കുള്ളിൽ ബാലസ്റ്റ്ലെസ് ട്രാക്കുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. എറണാകുളം വെണ്ണലയിൽ 3 ഗ്രാം MDMA-യുമായി സഹകരണ ബാങ്ക് ഡ്രൈവർ പിടിയിൽ. വെണ്ണല സ്വദേശി തൻവീറാണ് പിടിയിലായത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ഇപ്പോൾ ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് പുലർച്ചോടുകൂടിയാണ് ഡാൻസ് ഓഫ് യൂണിറ്റ് 4 വിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം തൻവീറിനെ പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്ന് 3 ഗ്രാം MDMA ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഏറെ നാളായി നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെയാണ് പിടികൂടിയത്. എറണാകുളത്തെ ഒരു സഹകരണ ബാങ്കിലെ ഡ്രൈവറാണ് ഇയാൾ. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ വിൽപ്പന ഇടപാടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. 3 ഗ്രാം ഒക്കെ കയ്യിൽ വെക്കുമ്പോൾ സ്വാഭാവികമായും വിൽപ്പന ഇടപാടുണ്ടാകാം എന്നാണ് ഡാൻസ് ഓഫിന്റെ സംശയം. നിലവിൽ ഇയാളെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് കൈമാറിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ എല്ലാ ദിവസവും ഇപ്പോൾ MDMA പിടികൂടുന്ന സാഹചര്യവുമുണ്ട്. അത് ഈ ഓണത്തിന് ശേഷം വലിയ തോതിൽ വ്യാപകമായി MDMA എറണാകുളത്തേക്ക് എത്തിയെന്നാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കുഞ്ഞൻ കവിതകളിലൂടെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ പ്രവാസിയായ ഒരു കൊല്ലംകാരനിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നല്ല സ്വദേശി ഷിജു SP ആണ് 3000-ഓളം ഹൈക്കു കവിതകൾ എഴുതി 10ലധികം ലോക റെക്കോർഡുകൾ നേടിയത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക ഭാഷാ ഹൈക്കു കവിതാ സമാഹാരമാണ് ഷിജുവിന്റെ ഗോളം എന്ന കൃതി. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ബുക്ക് ഓഫ് റെക്കോർഡാണ്. ഇത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡാണ്. ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡാണ്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ എൻട്രി ചെയ്യപ്പെട്ടു. അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ് ഇതിലും എൻട്രി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. ഇങ്ങനെ 14ഓളം ലോക റെക്കോർഡുകളിൽ ഷിജു SP നല്ലിലയുടെ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിനു കാരണമായത് ഈ ഗോളമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈക്കു കവിതാ സമാഹാരം. ഗോളം എന്ന് പറയുന്നത് എൻ്റെ 4ാമത്തെ പുസ്തകമാണ്. ആദ്യം 2000 കവിതയേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ 25 വർഷവുമായിട്ടൊന്ന് ടാലി ചെയ്യാൻ വേണ്ടിയാണ് വീണ്ടും 25 കവിതകൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി 2025-ൽ 2025 കവിതകൾ പബ്ലിഷ് ചെയ്തത്. ഗോളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഗോളം ചെറുതാണ്, പരന്നതാണ്, വിശാലമായ അർത്ഥങ്ങളുള്ളതുമാണ്. വിദേശത്ത് പെട്രോളിയം കമ്പനിയിലെ ഉദ്യോഗസ്ഥനായ ഷിജുവിന് ചെറുപ്പം മുതൽ കവിതകളോട് പ്രത്യേക ഇഷ്ടമായിരുന്നു. അങ്ങനെ എഴുതിയൊരുക്കിയ രചനാ പുസ്തകങ്ങൾ നിരവധി. ഹൈക്കു കവിതകളിലേക്ക് തിരിയാനും കാരണമുണ്ട്. ഹൈക്കുവിൻ്റെ ഒരു പ്രത്യേകത കൂടുതലും നമ്മുടെ കോട്ട്സുകൾ പോലെയാണ്, ഉദ്ധരണികൾ പോലെയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ആളുകളുടെ ഹൃദയത്തിലേക്ക് അവർക്ക് പെട്ടെന്നത് സംഗ്രഹിക്കാനും അവരുടെ ലൈഫിലത് ഏതെങ്കിലുമൊക്കെ മൊമെൻറ്റുകളിൽ അവർക്ക് ഉപയോഗിക്കാനുമായിട്ട് പറ്റും. ഭാര്യയും മക്കളുമൊക്കെ നൽകുന്ന പിന്തുണ തന്നെയാണ് തൻ്റെ ഈ നേട്ടങ്ങൾക്ക് പിന്നിലെന്നും ഷിജു. ഹൈക്കു കവിതകൾക്കപ്പുറം ആലാപന ഭംഗി നിറയുന്ന കവിതകളും ഷിജു SP നല്ലിലയുടേതായുണ്ട്. വൈക നീ എൻ്റെ പ്രണയമാണ്, ഒഴുകിപ്പരക്കുമീ നിളയുടെ നിറവാണ്, വിട ചൊല്ലിക്കടന്നു പോകുമീ സന്ധ്യയുടെ കണ്ണുനീർത്തുള്ളിയാം നക്ഷത്രമാണ്. 24 കൊട്ടാരക്കര. ഡെറാഡൂണിൽ മരിച്ച മലയാളി ജവാന്റെ സംസ്കാരം ഇന്ന്. തിരുവനന്തപുരം നേമം സ്വദേശിയായ S ബാലുവിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 12 മണിക്ക് ശാന്തി കവാടത്തിൽ നടക്കും. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാകും സംസ്കാരം. രാവിലെ 8 മണി മുതൽ പാപ്പനംകോട്ട വാടക വീട്ടിൽ പൊതുദർശനമുണ്ടാകും. സമീപത്ത് തന്നെ നിർമ്മിക്കുന്ന പുതിയ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. ശനിയാഴ്ചയാണ് മിലിറ്ററി അക്കാദമിയിലെ സ്വിമ്മിംഗ് പൂളിൽ സൈനികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരിശീലനത്തിനിടെ അപകടത്തിൽപ്പെട്ടുവെന്നാണ് സൂചന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ മരണകാരണത്തിൽ വ്യക്തത വരൂ. 33-കാരനായ ബാലു ജയ്പൂരിൽ ഹവീൽദാറായിരുന്നു. ലഫ്റ്റനന്റ് പദവിക്കുള്ള പരിശീലനത്തിനായാണ് ഡെറാഡൂണിൽ എത്തിയത്.
വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് സന്ദർശനം തുടരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ഡോക്ടർ അരുൺ സക്കറിയയുമായി പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തും. മറ്റ് സ്വകാര്യ സന്ദർശനങ്ങളും ഇന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് പ്രിയങ്ക ഗാന്ധി എം പി വയനാട്ടിൽ എത്തിയത്. ഒരാഴ്ചയോളം മണ്ഡലത്തിൽ ഉണ്ടാകും. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിജിൽ കൊലപാതക കേസിൽ ഒളിവിലുള്ള പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 2ാം പ്രതി രഞ്ജിത്താണ് ഒളിവിൽ കഴിയുന്നത്. അതേസമയം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന 2 പ്രതികളെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ടോടെ മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.